നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി മോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് കേരള കർഷക സംഘം പ്രതിഷേധം. കേരള കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തിയത്. ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന സർവകലാശാല യുവജനങ്ങളെ പിന്തുണച്ചെത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോലീസ് നടപടിക്കെതിരെ ചേർപ്പിൽ കോൺഗ്രസ് പ്രതിഷേധം. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ചേർപ്പ് ഏരിയ സമ്മേളനം നടന്നു. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി മോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് കേരള കർഷക സംഘം പ്രതിഷേധം. കേരള കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തിയത്. ഇന്ത്യൻ കർഷകരെ സംരക്ഷിക്കുക. കർഷകരെ രക്ഷിക്കുക, കൃഷിയെ രക്ഷിക്കുക, ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുക, ഇന്ത്യ-US സ്വതന്ത്ര വ്യാപാര കരാർ ബഹിഷ്കരിക്കുക എന്നീ മുദ്രാവാക്യങ്ങളോടെയാണ് പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടന്നത്. ചേർപ്പിൽ നടന്ന പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് PA വോഗീസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി വിരുദ്ധമായ പരിപാടിക്കെതിരെ നയത്തിന് വലിയ പ്രക്ഷോഭത്തിലാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഒന്ന് നീറ്റ് പരീക്ഷയായാലും ശരി, CBSE ആയാലും ശരി, UGC പരീക്ഷയായാലും ശരി, അവിടെയൊക്കെ തന്നെ ഈ മോഡി അധികാരത്തിൽ വന്ന ശേഷം നടത്തുന്ന കൃത്രിമങ്ങൾ, അതിനെതിരായാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇന്ത്യ തലസ്ഥാനങ്ങളിൽ വമ്പിച്ച പ്രക്ഷോഭം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളം ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേതാവ്, ആ പാർട്ടിയുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആളുകൾ അവിടെ ഇന്നലെ കയ്യേറ്റത്തിന് വിധേയരായിരിക്കുക. അവർ വളരെ വൈകിയെത്തിയവരാ. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംഘം MA ബേബിയും CPM-ന്റെ നേതാവ് സംഘം രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ തമ്പടിച്ചിരിക്കുക. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് അവിടെ അണിചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സമാന്തരമായിക്കൊണ്ട് ഇന്ത്യയിലെ കർഷക ജനലക്ഷങ്ങളെ പ്രതികരിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വത്തിലുള്ള സംഘർഷ കിസാൻ മോർച്ച നേതൃത്വത്തിലുള്ള വലിയ സമരം നടന്നുകൊണ്ടിരിക്കുക. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം സമരങ്ങളൊക്കെ തന്നെ ഏകോപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഈ നെറുകെട്ട നരേന്ദ്രമോദിയുടെ RSSന്റെ BJPയുടെ ജനതാ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം ആളിപ്പടരാൻ പോവുക. കർഷക സംഘം ചേർപ്പ് ഏരിയ പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പല ഘട്ടങ്ങളിലും കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായും നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനാവശ്യമായ വിധത്തിലുള്ള കരാറുകളാണ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷികോൽപ്പന്നങ്ങൾ, ആ കാർഷികോൽപ്പന്നങ്ങൾ തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഈ മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യയിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ ശേഷിയില്ലാത്ത വിധത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാറുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ പറഞ്ഞ കാർഷികോൽപ്പന്നങ്ങൾ, ആ കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള ആ ചുങ്കം ഇളവ് ചെയ്യുകയാണ്. കുറെ കാലങ്ങളായി തന്നെ കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ ഭരിച്ച കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഇപ്പോഴാണെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് അതിൻ്റെ ചുങ്കം അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുന്ന വിധത്തിലാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെ വിവിധ കരാറുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെട്ടിട്ടുള്ളത്.
PK ലോഹിതാക്ഷൻ, M ശ്രീരാഗ്, സ്റ്റെയ്നി ചാക്കോ, ജെയിംസ്, AK രാധാകൃഷ്ണൻ, ജോഷി ബാബു എന്നിവർ സംസാരിച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന സർവകലാശാല യുവജനങ്ങളെ പിന്തുണച്ചെത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോലീസ് നടപടിക്കെതിരെ ചേർപ്പിൽ കോൺഗ്രസ് പ്രതിഷേധം. KPCC ആഹ്വാനപ്രകാരം കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ചേർപ്പ് തായംകുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, പോഷക സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. പ്രതിഷേധ പ്രകടനം പെരുമ്പിളിശ്ശേരി വഴി പിന്നീട് തായംകുളങ്ങരയിൽ സമാപിച്ചു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് MN ഉണ്ണികൃഷ്ണൻ, DCC സെക്രട്ടറിമാരായ സിജോ ജോർജ്, KK അശോകൻ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ സുജിത് കുമാർ, സന്ദീപ് പുത്തൂർ, ഷനിൽ പെരുവനം, CK വിനോദ്, AS ഉണ്ണികൃഷ്ണൻ, മജീദ് മുത്തുള്ളിയാൽ, CN പ്രേമംബാസി, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അഭിഷേക് ആറ്റുപുറത്ത്, സുജിത്ത് തേറമ്പത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ KR സിദ്ധാർത്ഥൻ, ലോഹിദാസൻ, ബൈജു സെന്റ് ജോൺ, വിദ്യാ രമേശ്, ക്രിസ്റ്റീന, മീര ഉണ്ണികൃഷ്ണൻ, ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലീന ജോസ്, മണ്ഡലം ഭാരവാഹികളായ KP സുബ്രൻ, KP ഉണ്ണികൃഷ്ണൻ, ജെയ്സൺ മടക്കായി, KB അശോകൻ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ചേർപ്പ് ഏരിയ സമ്മേളനം നടന്നു. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇത് നിങ്ങളുടെ തൊഴിലാളികളുടെ സംഘടന. ഇവിടെ തൊഴിലാളികളുടെ സംഘടനയാണ് എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? കാരണം ഞാനിവിടെ അനുശോചനം അവതരിപ്പിച്ച സഖാവിനോട് ഒരു പേരിരിക്കാൻ പറയാൻ അടി കൂടിയിട്ട് അങ്ങനെ കേട്ടിരുത്തി. അതിനുള്ള കാരണം ഇതൊക്കെ ഞങ്ങൾ വ്യക്തിയാണ്. അവരുടെ സംഘടന, നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് സമ്മേളനം നടത്തുന്നത് സ്റ്റേജിലേക്കകത്ത് കയറിയിരിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മുടെ യൂണിയൻ മാറുന്നുണ്ടോ? ഞാൻ ഒരു CITU കക്ഷിയാണ്. കോടതി സെന്ററിൽ വന്നിട്ട് ഒരു ശുദ്ധ തോന്നി വസതിയും. അപ്പൊ ആൾക്കാരെ അറിയാവുന്നതൊക്കെ നിങ്ങളെ എതിർത്ത് CITU അയാളുടെ പെരുമാറ്റം ഞാൻ ശുദ്ധ തോന്നി വസതിയില്ല. അടുത്ത് നിങ്ങളുടെ യോഗത്തിലേക്ക് കയറി വരുമ്പോൾ ഞാൻ പേടിച്ചാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കോ വല്ല കാര്യം MV സഹദേവൻ അധ്യക്ഷനായി. CITU ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, ഏരിയ വൈസ് പ്രസിഡന്റ് KK അനിൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV സുബ്രഹ്മണ്യൻ, PK ശശീന്ദ്രൻ, സ്വാഗത സംഘം കൺവീനർ സദീപ് K ജോസഫ്, TG വിനയൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് OS സുബീഷ്, സെക്രട്ടറി PK ശശീന്ദ്രൻ, ട്രഷറർ MV സഹദേവൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും വിദ്യാർത്ഥികളെയും ക്രൂരമായി മർദ്ദിച്ച ഡൽഹി പോലീസ് നടപടിക്കെതിരെ അവനിശ്ശേരിയിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം. കോൺഗ്രസ് അവനിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് അവനിശ്ശേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ആനക്കല്ല് സെന്ററിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ പോലീസ് കൊണ്ടുപോകുന്ന ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 12 വർഷക്കാലം ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ക്രമസമാധാനം തകർത്തുകൊണ്ട് രാജ്യത്ത് വർഗീയതയും അതുപോലെ തന്നെ അഴിമതിയും കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പല വിദ്യാർത്ഥികളുടെ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിക്കപ്പോൾ പുനഃപരീക്ഷ നടത്തിയപ്പോൾ ആ പുനഃപരീക്ഷയുടെ മാർക്ക് പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ അനേകലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുകയാണ് ഈ നരേന്ദ്രമോദി സർക്കാർ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. വിദ്യാർത്ഥികളെയും യുവാക്കളെയും തല്ലി തകച്ച BJPയുടെ ഭരണം നമ്മളെല്ലാവരും കണ്ടതാണ്. RSSന്റെ കുപ്പായമിട്ട പോലീസുകാർ തന്നെയാണ് വിദ്യാർത്ഥികളെ തല്ലിയുടച്ച കാഴ്ച നമ്മൾ കണ്ടത്. അതിനെതിരെ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് KPCCയുടെ ആഹ്വാനപ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. CK നന്ദകുമാർ, MR രാമകൃഷ്ണൻ, MV നാരായണൻ, VJ സുനിൽ, പഞ്ചായത്ത് മെമ്പർമാരായ VI ജോൺസൺ, ജോയ് പയ്യപ്പിള്ളി, ജീസൻ റപ്പായി, റൂബി ജോൺസൺ, ബ്ലോക്ക് ഭാരവാഹികളായ MB ശ്രീജിത്ത്, AB അനീഷ്, KP അനൂപ്, മണ്ഡലം ഭാരവാഹികളായ VR ജിനീഷ്, EK ഷാജു, ലോമി ലോന, അതുൽ, അഞ്ജിത്ത്, ആശിഷ് ബാബു, സിജോ വി ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഡൽഹിയിൽ തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടോണി ചെറിയത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ M സേതുമാധവൻ, ടോമി പെല്ലിശ്ശേരി, സന്തോഷ് കുമാർ സെൻ, ബിന്ദു അശോകൻ, പഞ്ചായത്ത് മെമ്പർമാരായ നിഖിൽ പള്ളിപ്പുറം, റിൻസി ഷാബു, റിൻസി ജൂബി, റോസ്മേരി അബേഷ്, അരുൺ സൂര്യ, ആന്റണി തെക്കേക്കര എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പോഷക സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ എന്നിവരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. ഖാദി തുണിത്തരങ്ങൾക്ക് സർക്കാർ അനുവദിച്ച 30% പ്രത്യേക റിബേറ്റ് പദ്ധതിയും ഓണം മെഗാ സമ്മാന പദ്ധതിയുമായി അവിണിശ്ശേരി ഖാദി ഭവൻ. പദ്ധതി ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. നമ്മുടെ മണ്ഡലത്തിലെ അവിണിശ്ശേരി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഖാദി. ഞാനിവിടെ കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുൻ മന്ത്രിയും കോൺഗ്രസിൻ്റെ ലീഡറുമായിട്ടുള്ള CN ബാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകളെയാണ് ഞാനിപ്പോൾ ഈ നിമിഷം ഓർത്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സഹയാത്രികനും ഖാദി മേഖലയ്ക്ക് പുത്തൻ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വത്തിനുടമയാണ് CN ബാലകൃഷ്ണൻ സാർ. ആ നാമങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വർഷത്തെ ഓണ സ്പെഷ്യൽ ഖാദി ഇന്ന് 23 മുതൽ ഓഗസ്റ്റ് 25 വരെ ഖാദിയുടെ ഓണ സ്പെഷ്യൽ ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും മിതമായ വിലയിലും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ് ഖാദി ഉൽപ്പന്നമെന്ന് നമുക്കറിയാം. ഈ ഓണത്തോടൊപ്പം നിങ്ങൾക്കും പങ്കുചേർന്ന് ആഘോഷിക്കാൻ ഖാദിയുടെ ഈ സ്ഥാപനം ഉയർന്ന നിലവാരത്തിലെത്തിക്കാൻ കേരള ഖാദി ഗ്രാമവ്യവസായ അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ RS ദിലീപ് കുമാർ, അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ, അസോസിയേഷൻ ചീഫ് അക്കൌണ്ടന്റ് MM നിമേഷ് എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ ഓണം ഖാദി മേളയുടെ ഭാഗമായി ഖാദി തുണിത്തരങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റിനൊപ്പം ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ നൽകുന്നതാണ്. കൂടാതെ ഓരോ ജില്ലയിലും ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപ മൂല്യമുള്ള ഗിഫ്റ്റ് വൌച്ചറുകളും വിതരണം ചെയ്യും. സംസ്ഥാനതല മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനമായി സുസുക്കി ആക്സസ് 125 സ്കൂട്ടർ, മൂന്നാം സമ്മാനമായി 5000 രൂപ വീതമുള്ള 30 ഗിഫ്റ്റ് വൌച്ചറുകൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങിൽ ഓണം ഖാദി മേളയുടെ സമ്മാന കൂപ്പൺ പദ്ധതിക്കും തുടക്കമായി. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സർക്കാർ റിബേറ്റിനൊപ്പം സമ്മാന പദ്ധതിയുടെയും ആനുകൂല്യം ലഭിക്കും. ഇതോടൊപ്പം പ്രതിവാര ജില്ലാ നറുക്കെടുപ്പുകളിലും സംസ്ഥാനതല മെഗാ നറുക്കെടുപ്പിലും പങ്കെടുക്കാനുള്ള അവസരവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. ഓണാഘോഷവേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിബേറ്റിനൊപ്പം ആകർഷകമായ സമ്മാന പദ്ധതിയും നടപ്പാക്കുന്നത്. പൊതുജനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങി സർക്കാർ അനുവദിച്ച റിബേറ്റിന്റെയും സമ്മാന പദ്ധതിയുടെയും ആനുകൂല്യം നേടിയെടുക്കാവുന്നതാണ്. ഊരകം ALP സ്കൂളിലെ തളിർ ബാലജന സഖ്യത്തിന് അടുക്കളത്തോട്ടത്തിലേക്കുള്ള വിവിധയിനം സൗജന്യ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. തൃശൂർ യൂണിയന്റെ ഉപഹാരമായുള്ളതാണ് പച്ചക്കറി വിത്തുകൾ. സ്കൂൾ പ്രധാനാധ്യാപിക ജിനി ഷാജി സൗജന്യ വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യവും ഉപയോഗങ്ങളും അടുക്കളത്തോട്ടം പരിപാലന രീതികൾ എന്നിവയിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, വിദ്യാലയ വികസന സമിതി സെക്രട്ടറി രാകേഷ് ഉണ്ണിയാമ്പുറം, അധ്യാപകരായ ഗിരിജ, ശ്രീലക്ഷ്മി, ബാലജന സഖ്യം അംഗങ്ങളായ അലൈകൃഷ്ണ, നിരഞ്ജന, ജാൻ വിജയൻ, അതിഥി C സുനീഷ്, KS ഷിഖ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിൽ നടുറോഡിൽ ഏറ്റുമുട്ടി സ്വകാര്യ ബസ് ജീവനക്കാരുടെ അഴിഞ്ഞാട്ടം. സംഭവത്തിൽ 3 ബസ് ജീവനക്കാർ അറസ്റ്റിൽ. വാടാനപ്പള്ളി സെന്ററിൽ നടുറോഡിൽ ഏറ്റുമുട്ടിയ കേസിലാണ് 3 സ്വകാര്യ ബസ് ജീവനക്കാരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ് ജീവനക്കാരായ കാഞ്ഞാണി ആനക്കാട് സ്വദേശി പള്ളിപ്പാട്ട് വീട്ടിൽ ശരത് വിഷ്ണു, മണലൂർ സ്വദേശി തുരുത്തി വീട്ടിൽ അഖിൽ, അരിമ്പൂർ കരുവാൻ വളവ് സ്വദേശി കോലാട്ട് വീട്ടിൽ പ്രശാന്തൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് വാടാനപ്പള്ളി സെന്ററിൽ വെച്ച 2 സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടിയത്. വാടാനപ്പള്ളി തൃശൂർ റോഡിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു ഏറ്റുമുട്ടൽ.
കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വഴിനടക്കൽ ബസ്സിലെയും തൃശൂർ ത്രിപ്രയാർ റൂട്ടിലോടുന്ന തേവർ കർണൻ എന്ന ബസ്സിലെയും ജീവനക്കാരാണ് അറസ്റ്റിലായവർ. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മറ്റ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും മാർഗ്ഗതടസ്സം സൃഷ്ടിച്ച ജീവനക്കാർ ബസ്സുകൾ നിർത്തിയിട്ടാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. സംഘട്ടന വിവരം അറിഞ്ഞ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാടാനപ്പള്ളി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ പൊതുസ്ഥലത്ത് ജനങ്ങൾക്ക് ഭീതിയും ശല്യവും ഉണ്ടാക്കി അടികൂടിയതിനും മറ്റു വാഹനങ്ങൾ മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചതിനുമാണ് കേസെടുത്തത്. വാടാനപ്പള്ളി SI UC ലാൽസൺ, ഗ്രേഡ് സീനിയർ CPO ലെനിൻ, CPO നൌഫൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ. മടവാക്കര പൊലിയടത്തുപറമ്പിൽ വീട്ടിൽ കൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. കൃഷ്ണന്റെ ഇളയ മകൻ രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന കൃഷ്ണനെ ചൊവ്വാഴ്ച രാവിലെയാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ചെങ്ങാലൂരിലുള്ള മൂത്തമകൻ മുരളീധരൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. മടവാക്കരയിലുള്ള വീട്ടിലെത്തിയ മുരളീധരൻ അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പുതുക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് തുറന്ന് നടത്തിയ പരിശോധനയിലാണ് കൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് തലയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും ഇതൊരു കൊലപാതകമാണെന്നും വ്യക്തമായത്. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി രാധാകൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് കൃഷ്ണനുമായി പിണങ്ങി തൊട്ടടുത്ത പറമ്പിലാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്നത്. കൃഷ്ണന് ജീവനാംശമായി 3000 രൂപ നൽകാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ രാധാകൃഷ്ണൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം രാധാകൃഷ്ണന്റെ ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നു. ഈ സംഭവമാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിന് കാരണം. സംഭവ ദിവസം രാവിലെ പത്രവിതരണത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ രാധാകൃഷ്ണൻ വീടിന്റെ മുകൾ നിലയിലൂടെ അകത്തുകടന്ന കൃഷ്ണനെ കൊലപ്പെടുത്തുകയായിരുന്നു. പുതുക്കാട് പോലീസ് SHO CM മഹേഷ്, SI PV പാട്രിക്, GASI PV സുഭാഷ് ലാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ സംയുക്ത പരിശോധനയുമായി ആരോഗ്യ വകുപ്പ് അധികൃതർ. പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി സംയുക്ത പരിശോധന നടത്തിയത്. പഞ്ചായത്തിലെ ഹോട്ടൽ, മറ്റ് ഭക്ഷണ വിതരണശാലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. ശുചിത്വ മാനദണ്ഡങ്ങൾ, സുരക്ഷിതമായ ഭക്ഷണ വിതരണം, മാലിന്യ സംസ്കരണം, പൊതുജനാരോഗ്യ മാനദണ്ഡങ്ങൾ എന്നിവ പരിശോധനയിലൂടെ അധികൃതർ വിലയിരുത്തി. ഇതോടൊപ്പം പുകയില നിയന്ത്രണ നിയമമായ കോഡ്പ പ്രകാരമുള്ള വ്യവസ്ഥകൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. നിയമവിരുദ്ധമായി പുകയില ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കൽ, നിരോധിത സ്ഥലങ്ങളിൽ പുകവലി അനുവദിക്കൽ, നിയമാനുസൃതമായി നിശ്ചിത മാതൃകയിൽ നിർബന്ധമായും സ്ഥാപിക്കേണ്ട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാതിരിക്കൽ എന്നിവയടക്കം വിവിധ സ്ഥാപനങ്ങൾ കോഡ്പ നിയമലംഘനങ്ങൾ നടത്തിയതായി കണ്ടെത്തി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഉദ്യോഗസ്ഥ സംഘം നിയമ നടപടികൾ സ്വീകരിച്ചു. 9 സ്ഥാപനങ്ങളിൽ നിന്ന് 1800 രൂപ പിഴ ചുമത്തി. ഇത്തരത്തിലുള്ള പരിശോധനകൾ കർശനമായി തുടരുമെന്നും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രാദേശിക പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ R രാഗി അറിയിച്ചു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ്, എടത്തിരുത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VM ലിനി, MS രബിത, KS ആനന്ദ്, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ PB കീർത്തി എന്നിവർ സംയുക്ത പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പ്രൊഫസർ സുകുമാർ അഴീക്കോട് മാഷിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സ്മൃതിയർച്ചന വെള്ളിയാഴ്ച വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ നടക്കും. അഡാപ്റ്റ് സൊസൈറ്റിയും അഴീക്കോട് സ്മാരക സമിതിയും സംയുക്തമായാണ് സ്മൃതിയർച്ചന സംഘടിപ്പിക്കുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സൌജന്യ പരിശീലന കേന്ദ്രമായ അഡാപ്റ്റ് സൊസൈറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് സ്മൃതി അർച്ചന നടക്കുക. നടൻ ജയരാജ് വാര്യർ സ്മൃതി അർച്ചന ഉദ്ഘാടനം ചെയ്യുമെന്ന് അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, സുകുമാർ അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ രാജൻ തലവർ എന്നിവർ അറിയിച്ചു. പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ദ്വാദശിയൂട്ട് ഈ മാസം 26-ന് ഞായറാഴ്ച നടക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾക്ക് തുടക്കമാകും. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ചൂട്ട്, ലക്ഷ്മീനാരായണ പൂജ, ഭൂമി പൂജ, നാമജപം എന്നിവ നടക്കും. തുടർന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രസാദ ഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് സമർപ്പണവും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ശ്രീ വാമനമൂർത്തി ക്ഷേത്രം പെരുമ്പള്ളിശ്ശേരി, ഫോൺ 8943 7033 99 9633 531374. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,400 രൂപ, പവന് 1,07,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി മോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് കേരള കർഷക സംഘം പ്രതിഷേധം. കേരള കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തിയത്. ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന സർവകലാശാല യുവജനങ്ങളെ പിന്തുണച്ചെത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോലീസ് നടപടിക്കെതിരെ ചേർപ്പിൽ കോൺഗ്രസ് പ്രതിഷേധം. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ചേർപ്പ് ഏരിയ സമ്മേളനം നടന്നു. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.